നമ്മളിന്ന് രാവിലെ 5 മണിക്കത്തെ ഫ്ലൈറ്റിന് ഇറ്റലിക്ക് പോവാണ്. എല്ലാം സെറ്റാക്കി, വീടെല്ലാം റെഡിയാക്കി, എല്ലാം സോഫ സെറ്റെല്ലാം കവർ ചെയ്തിട്ടു. പൂച്ചകൾ എല്ലാവരും ഇവിടെ റെഡിയാണ്. അവർക്ക് ഫുഡൊക്കെ കൊടുത്തിരിക്കുകയാണിപ്പം. നാളെ മുതൽ ഇവരെ നോക്കാൻ ഒരാൾ വരും. നമ്മുടെ ലഗേജൊക്കെ റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ഖത്തർ എയർവേസിലാണ് നമ്മുടെ യാത്ര. ഏതാണ്ട് ഒരു 1.5 hour ഖത്തർ, അത് കഴിഞ്ഞ് ഒരു 5.5 hour മാൽപെൻസ ഇറ്റലി. എല്ലാം സെറ്റാക്കി ഇട്ടു. നമ്മുടെ വണ്ടി വെളിയിൽ വന്ന് കിടപ്പുണ്ട്. നമ്മുടെ 2 വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടു. ഇനിയിപ്പം ലഗേജൊക്കെ എടുത്ത് കൊടുക്കണം, എന്നിട്ട് മൂവ് ചെയ്യണം. എല്ലാം റെഡിയായിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. എല്ലായിടും ഓക്കെയാണ്. നമുക്കപ്പം നേരെ എയർപോർട്ടിലോട്ട് പോകാം. അപ്പോൾ പുതിയ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനിയിപ്പം നേരെ നമ്മൾ പോകുന്നത് റിയാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ടാണ്. നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ഇപ്പോൾ സമയം 1:50 AM രാവിലെ. അത് 2 മണിയായെന്നർത്ഥം. രാവിലെ നമ്മൾ ഖത്തർ എയർവേസിലാണ് പോകുന്നത്. വലിയ തിരക്കൊന്നുമില്ല. ഗേസ്, നമ്മൾ ഓൾറെഡി ലഗേജ് എല്ലാം ഇട്ടു. കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. എന്നിട്ട് നമ്മളിപ്പം തിരികെ ഇപ്പം നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇമിഗ്രേഷൻ അങ്ങോട്ട് പോവാണ്. നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട് ഇവിടുന്ന് 5:10 5:10 ഫ്ലൈറ്റ്. അത് നേരെ ഖത്തറിൽ നിന്ന് 3 hour ട്രാൻസിറ്റ്. അത് കഴിഞ്ഞിട്ട് നേരെ മാൽപെൻസ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്, ഇറ്റലിക്കാണ് പോകുന്നത്. നമുക്ക് ഓൺ ദ വേ കാഴ്ചകളൊക്കെ കാണാം. ടെർമിനൽ 3 ആണ്. അത്യാവശ്യം ക്രൗഡുണ്ട് ഇവിടെ. പക്ഷെ നമ്മുടെ ആ കൗണ്ടറിൽ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് ചെക്ക് ഇൻ ചെയ്ത് ലഗേജെല്ലാം ഇട്ടു. എവറിതിങ് ഓക്കെ ആക്കിയിട്ട് നമ്മളിപ്പോൾ എന്താ ഇവിടെ വന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുകയാണ് ഇമിഗ്രേഷൻ അങ്ങോട്ട് പോകാൻ. സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ പോയാൽ മതി. യൂഷ്വലി ടിം ഹോട്ടലിൻ്റെ അവിടെ വന്നിരുന്നു, കോഫി മേടിച്ചിട്ട് ഇവിടെ വന്നിരുന്നു. ഹയാക്ക് ലോഞ്ച് കയറിയില്ല, വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അവിടോട്ട് കയറിയില്ല. നമ്മളുടെ ഫ്ലൈറ്റ് ബോർഡാവും. ഞാൻ ഇങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു ബോർഡിങ്ങിന് വേണ്ടി. ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഇനി 1.5 മണിക്കൂർ ഖത്തർ. അവിടെ ഒരു 3 മണിക്കൂർ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ട്. അതിനുശേഷം മാൽപെൻസ. 2 മണിക്കൂറാ. 2 മണിക്കൂറത്തെ ട്രാൻസിറ്റിന് ശേഷം ഓക്കെ നമ്മളങ്ങനെ ഫ്ലൈറ്റിനകത്താണ്. ടേക്ക് ഓഫ് ടൈം ആവുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഖത്തറിൽ ലാൻഡായി. ഇനിയിപ്പോൾ 2 മണിക്കൂറത്തെ നമുക്ക് ട്രാൻസിറ്റ് ഉണ്ട്. അവിടെ നിൽക്കണം. അത് കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റാണ് മിലാൻ. ഈ ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞത് ഉറക്കം ആകപ്പാടെ വല്ലാണ്ടായിപ്പോവും. ബൈ താങ്ക് യു. ഇത് ഈ ഫ്ലൈറ്റിൻ്റെ ബിസിനസ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ് അല്ലേ. നേരം വെളുത്തു. ഖത്തർ എയർപോർട്ട് എത്ര വലുതാണെന്ന് നോക്കിക്കും. ആ കോർണർ മുതൽ അങ്ങനെ കിടക്കുക. കിലോമീറ്റേഴ്സ് കറങ്ങിയടിച്ച് ഇങ്ങനെ വരണം. നടന്ന് ഊപ്പാട് വരും ഈ എയർപോർട്ടിനകത്ത്.
ഭയങ്കര വലിയ എയർപോർട്ടാണ് ഖത്തർ. ഒരു ഫ്ലൈറ്റ് പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് പോരുന്നുണ്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി. എയർപോർട്ട് അങ്ങനെ നീണ്ട് കിടക്കുകയാണ്. ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന സമയത്ത് ഉള്ള എക്സ്പാൻഷനാണ് ഈ എയർപോർട്ട് ഇത്രയും വലുതായത്. ഒന്നും കാണിച്ചിട്ടില്ലേ? ഇങ്ങോട്ട് പോവാം. സമയമായില്ല എന്ന് തോന്നുന്നത്, കാണിക്കുന്നില്ല ഇതിൽ. ഓൾ ഗേറ്റ്സ് എന്നുള്ള ഇവിടോട്ട് പോവാണ്. ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാണാം. ഡ്യൂട്ടി ഫ്രീ. ഇത് ലൂയി വിറ്റൻ്റെ ഷോറൂം. ഫ്ലൈറ്റ് ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇതുവരെ ബോർഡിൽ ഒരു കാണിക്കുന്നില്ല. സമയമായി കാണില്ല, അതാ. എനിവേ, നമുക്ക് ഇനിയുണ്ട് 2 hour. അപ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറങ്ങി നിന്നിട്ട് നമുക്ക് ഗേറ്റിൽ അങ്ങോട്ട് പോവാം. ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോയും അങ്ങനെ റീൽസും ഒക്കെ എടുത്തിട്ട് ഒത്തിരി ഈ വരുന്ന യാത്രക്കാരെ ഇതിൻ്റെ ചുറ്റിനും കിടന്ന് കറക്കത്തോടെ കറക്കുന്നതന്നെ. ദുബൈ പോലൊക്കെ തന്നെ ഒരു തിരക്കേറിയ എയർപോർട്ടാണ്. ദുബൈയുടെ അത്രയും തിരക്കില്ലെങ്കിലും തിരക്കേറിയ എയർപോർട്ട് തന്നെയാണ് ഖത്തർ. ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് ഇഷ്ടംപോലെ ഇതുവഴി ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ പോകുന്ന പോലെ ഇപ്പം ഇന്ത്യക്ക് പോകുന്നവർ, അതുപോലെ യൂറോപ്പ്, അമേരിക്ക, സൗത്ത് ആഫ്രിക്ക, യൂറോപ്പ് മൊത്തം ഞാനിപ്പം കണ്ട ഇതിനകത്ത് ഫ്ലൈറ്റ് ഇൻഫർമേഷൻ ബോർഡിൽ. നമ്മുടെ ഇവിടെ നിന്ന് കണ്ണൂർക്ക് പോകുന്ന ഫ്ലൈറ്റും കണ്ടു. അത് ഇൻഡിഗോ ആയിരുന്നു. ബോസ്റ്റൺ, ഇവിടുന്ന് നിന്ന് എന്താ പറയുക, ഇന്ത്യയിലെ പല സിറ്റിയിലോട്ട്, ഡമാസ്കസ്, ഈവൻ സിറിയയിലോട്ട് ഒക്കെ ഇവിടുന്ന് ഫ്ലൈറ്റ് ഉണ്ട്. ഇവൻ പ്രശ്നബാധിതമായ പ്രദേശമൊക്കെ അല്ലേ സിറിയ, അവിടോട്ടൊക്കെ ഉണ്ട്. ലണ്ടൻ, ബ്രസിൽസ്, ബാഴ്സലോണ. ഇപ്പോൾ രാവിലെ തന്നെ ഫ്ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ 8:55, 8:15. ഇപ്പം ഇനിയിപ്പോൾ 2 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും അത് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ഇങ്ങനെ വന്ന് മാറി 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 നിൽക്കുന്ന ഒരു വലിയ എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട്. ഇവിടെ കുറേ ലോഞ്ചസ് ഉണ്ട്. മെറീനർ ലോഞ്ച്, അൽമഹ ലോഞ്ച്, അൽ മുർജാൻ ലോഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അൽമഹ ലോഞ്ചാണ് കാണുന്നത് അവിടെ. നമ്മുടെ പ്രയോറിറ്റി പാസ് വെച്ച് വേണേൽ കയറാം, പക്ഷെ 1 മണിക്കൂറല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വെറുതെ അത് യൂസ് ചെയ്ത് കളയണ്ട. ദുബൈ കുനാഫ എന്ന് പറയുന്ന ചോക്ലേറ്റ്, അത് ലിൻഡ് ഇറക്കിയിരിക്കുന്നത്. നമ്മുടെ ഗേറ്റ് A9 ആണ്. നമ്മളിപ്പം ഇതാ ഗേറ്റ് A9 ഇങ്ങോട്ടാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് ഇവിടെ. സൺഗ്ലാസിൻ്റെയും ബാഗിൻ്റെയും, അതുപോലെ സ്പോർട്സ് വിയർ, അതുപോലെ ബോസ് ആ ബ്രാൻഡ്, ഡെനീമിൻ്റെ ബ്രാൻഡ് എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്. നല്ല ക്രൗഡാണ്. ക്രൗഡ് കണ്ടിട്ട് നമ്മുടെ ഗേറ്റ് അവിടെയാണ്. ആ ക്രൗഡ് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് നടന്നു. ഇനിയുണ്ടല്ലോ ഒരു 2 hour. ജസ്റ്റ്
ഫുഡ് കോർട്ടിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങോട്ടൊരു ബ്രാൻഡ് കണ്ടോ, ലേഡീസ് ബാഗ്. നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വിക്ടോറിയ സീക്രട്ട്. ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പുണ്ട്. കോസ്റ്റ കോഫി അവിടെ വന്നു. ഇവിടെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും ക്രൗഡാണ്, പക്ഷെ എന്നാലും നമുക്ക് ഇവിടെ ഒരു സീറ്റ് കിട്ടി ഈ സൈഡിൽ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാം. നമ്മളങ്ങനെ കോസ്റ്റ കഫേ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഏതാണ്ട് ഒരു 1.5 hour അവിടെ സ്പെൻഡ് ചെയ്തു. വലിയ ബഹളമൊന്നും ഇല്ലാത്തൊരു സൈഡത്ത് പോയി ഇരുന്നിട്ട് നമ്മളിപ്പം നേരെ നമ്മുടെ ഗേറ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പം സമയം 8 മണിയായില്ലേ, 8 ആവുന്നു. ഇപ്പം ബോർഡിങ് ആകാൻ തുടങ്ങുന്നു. ഈ ഖത്തർ എയർപോർട്ടിനകത്ത് എല്ലാം ഉണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ദുബൈയുടെ അത്ര ഒരു ലൈവ് അല്ല. ആൾക്കാരുണ്ട്, ബഹളമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു എനർജി എവിടെയോ ലൂസായി കിടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു ഈ എയർപോർട്ടിനകത്ത്. അല്ല, എല്ലാം കാലി അടിച്ചിരിക്കുന്നു. ഒക്കെ രാവിലെ ആയിട്ടായിരിക്കും ആൾക്കാർ ഇതിനകത്തൊന്നും ഇല്ലാത്തത്. മലയാളികൾ അവിടെ വർക്ക് ചെയ്യുന്നവർ കണ്ടില്ലേ, ഇരുളടഞ്ഞ് കിടക്കുന്ന ഇത്രയും വലിയൊരു എയർപോർട്ട്, വലിയ വെട്ടവും വെളിച്ചവും ഇല്ലാത്ത ഫീലിങ്. ഇവിടെ ഗേറ്റ് A9 ആണ്. ഇപ്പോൾ നമ്മൾ A3 വരെ ആയിട്ടുള്ളൂ. മുന്നോട്ട് നടക്കണം. അതൊക്കെ നടന്നങ്ങ് ചെല്ലാം. സ്മോക്കിംഗ് ലോഞ്ചാണ്. ചാകണ്ടവനൊക്കെ അങ്ങോട്ട് പോവാം, വലിച്ചു തീരാം. ഞാൻ വിചാരിച്ച് A1, A2, A3, A9 അടുത്താന്ന്. കുറേ നടക്കണം. ഇപ്പോഴും A3 നിൽക്കുക. A3യുടെ ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇപ്പോഴാണ് A3യുടെ മുന്നിലെത്തിയത്. ഇതാ A3യുടെ ഗേറ്റ്. A9 എന്ന് പറയുമ്പോൾ കുറേ നടക്കണം. അതാ പറഞ്ഞ വലിയ എയർപോർട്ടാണ് ഖത്തർ എയർപോർട്ട്. A380 കിടക്കുന്നുണ്ടോ? അങ്ങനെ നമ്മൾ A9ൻ്റെ അവിടെ എത്തി. പക്ഷേ ബോർഡിങ് ആയിട്ടില്ല. ഇനി ഇവിടെ കുറേ നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ബോർഡ് ചെയ്യുവാണ്. നമ്മളങ്ങനെ അകത്ത് കയറി. അങ്ങനെ നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഹോസ്റ്റ് മിനാലിനോട്ടുള്ള ഒത്തിരി യാത്രക്കാരുണ്ട് ഇതിൽ, പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ. നമുക്ക് ഫിൻ എയർ കാണാം, ഫിൻലൻഡിൻ്റെ. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. ഏറ്റവും വലിയ ഫ്ലൈറ്റ് A380 ആണ്. ഇത് A350 ആണ്. കയറിയാണ് മിലാൻ. ഇതിനകത്ത് കയറിയതാണ് ബിസിനസ് ക്ലാസ്. ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് കണ്ടിട്ട് അത്യാവശ്യം വലിയ പഴക്കമില്ലാത്ത ഫ്ലൈറ്റാണ്. അത് വന്ന് നൂഡിൽസും ചിക്കനുമാണ്. ഒരു ചൈനീസ് ടൈപ്പ് ഫുഡ്, ഒരു സലാഡ് ഉണ്ടായിരുന്നു, ഒരു കേക്ക് ഉണ്ടായിരുന്നു. നൂഡിൽസ് കുഴപ്പമില്ല, ടേസ്റ്റുള്ള ഫുഡ്.
അങ്ങനെ നമ്മൾ മിലാനിൽ ലാൻഡായി. 6 മണിക്കൂറത്തെ ഫ്ലൈ ആയിരുന്നു. നല്ല വെയിലാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് സമയം ഇവിടെ 2 മണി. ചൂടാണ്. നമ്മൾ യൂറോപ്പിൽ എത്തിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ കാണുന്നത്. പക്ഷെ ജർമ്മനിയിലൊക്കെ തണുപ്പാണെന്നാണ് ചക്കു പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് കണ്ടിട്ട് നമുക്ക് ജാക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല നമ്മുടെ സൗദിയിലെ പോലത്തെ വെയിലാണ് ഇവിടെ കാണുന്നത്. വീട്ടിൽ നിന്ന് വന്ന് ഇറങ്ങിയാണ് നമ്മളെവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുക. ഇവിടെ പുള്ളി വിളിച്ചു പറയുന്നുണ്ട് മറ്റ് ഈ ഓസ്ട്രേലിയൻ അല്ലാതെ UK, കനേഡിയൻ, അതുപോലെ യൂറോപ്യൻ പാസ്പോർട്ട് അവരൊക്കെ ഇതുവഴി നേരെ ഇറങ്ങിപ്പോക്കോളാൻ. നമ്മൾ ഇന്ത്യൻസ് അതുപോലെ ബാക്കി ഏഷ്യൻസ് രാജ്യങ്ങൾ അവരൊക്കെ ഇവിടെ നിൽക്കാൻ. ഈവൻ US പാസ്പോർട്ട്. അവർക്കൊക്കെ പോവാം. നമ്മൾ മാൽപ്പൻസ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഈ ക്യൂവിൽ കയറി നിൽക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മണിക്കൂറിന് മുകളിലായി. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഡിലേ ആണ് നമുക്ക് ഇവിടെ ഇപ്പം ഇമിഗ്രേഷൻ്റെ അവിടെ വന്നിരിക്കുന്നത്. എന്താണ് എക്സാക്റ്റ് വിഷയം എന്നറിയില്ല. പക്ഷേ ഓൺ അറൈവൽ വിസ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് കയറിപ്പോവാം. അതായത് അമേരിക്കൻ, ഇറ്റാലിയൻ, അല്ലെങ്കിൽ യൂറോപ്യൻ, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ, ജപ്പനീസ്, സിംഗപ്പൂർ അങ്ങനെയുള്ളവർക്കെല്ലാം പെട്ടെന്ന് അവർ വിളിച്ച് കയറി അവർ പോയി. ഇപ്പം നമ്മൾ മാത്രമാണ് ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ പരസ്യം കണ്ടോ? ഒന്നും കൊടുക്കാതെ കിടക്കുന്നൊരു പരസ്യം. ഇവിടെ ഇപ്പോൾ നമ്മൾ കട്ട പോസ്റ്റാണ് ഗൈസ്. എത്ര മണിക്കൂർ ഇവിടെ നിൽക്കണമെന്ന് ഇനി ഒരു പിടുത്തവും ഇല്ല. എന്തായാലും വളരെ പതുക്കെ 1-2 പേര് 10-15 മിനിറ്റും കൂടുമ്പോൾ മാറി പോകുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇനിയപ്പോൾ നമുക്ക് പുതിയ വിശേഷങ്ങളും ഇറ്റലിയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.